ഒരുപാട് സന്തോഷം ഈ രീതിയിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ സ്കൂളിൽ കാണുമ്പോൾ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. പടക്കം പൊട്ടുന്ന പോലെ ഇംഗ്ലീഷ് ഇരുന്ന് സംസാരിക്കും. സുജിത്ത് എന്നോട് ചോദിച്ച് അറിയാം നമ്മൾ ഇതുപോലെ പോയി സംസാരിക്കണം അറിയാം. ഞാൻ പറഞ്ഞു നിനക്ക് അറിയാവുന്ന രീതിയിൽ നീ സംസാരിക്കുക, നിനക്കിപ്പോൾ എന്തോ പറയാൻ പറ്റും മലയാളം ഇംഗ്ലീഷിൽ. അപ്പോൾ അന്നേരം സുജിത്ത് പറഞ്ഞത് ഓക്കെ താങ്ക്സ് ബൈ അത്ര നീ പറഞ്ഞാൽ മതി. കാരണം അവരിൽ നിന്ന് നമ്മൾ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഇവരും അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ, നീ അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ മാനാർ ഒരു സ്കൂളിൽ 1 മുതൽ 4ാം ക്ലാസ് വരെ കൊച്ചു സ്കൂളിൽ രാവിലെ ഒരു 11 മണിക്കൂർ ചെറിയൊരു ഫംഗ്ഷൻ ഞാൻ പോയിട്ട് വന്നതാണ്. അവിടെ ഇതുപോലെയായിരുന്നു, കൊച്ചു കുട്ടികളാണ്, 1 മുതൽ 4 വരെ സാധാരണപ്പെട്ട ഒരു സ്കൂളാണ്. ഒരു ടീച്ചർ വന്നിട്ട് ഇംഗ്ലീഷ് പടക്കം പൊട്ടുന്ന പോലെ പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ വന്നു. ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, ഇംഗ്ലീഷ് അറിയാവുന്നത് ABCD കുറച്ചറിയാം, അതും ABCD അക്ഷരമാല 16 വരെയാണ് മൊത്തത്തിൽ. ആ മൊത്തം എനിക്കറിയാം എന്ന് ഞാൻ കുട്ടിയോട് ചോദിച്ചു. 16 വരെ ഇല്ലയോ? ആണെന്ന് ആ കുട്ടികളടുത്താണ് ആ ടീച്ചർ ഇംഗ്ലീഷ് മൊത്തം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓർക്കണം, അവർക്ക് അറിയാം ഈ ടീച്ചർ എന്തോ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ആ കുട്ടികൾക്ക് മനസ്സിലായി കഴിയില്ല. ഇവിടെ പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് മീഡിയമാണ്. 12ാം ക്ലാസ് വരെ അല്ല, അതെനിക്ക് മനസ്സിലായി. നീ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വിദ്യാഭ്യാസം. ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഈ രീതിയിലൊക്കെ വന്ന് നിൽക്കാൻ. കളക്ടറിനെയൊക്കെ ഒരുപാട് ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇത്ര തൊട്ടടുത്ത് കാണാൻ കഴിഞ്ഞു. ഇതിൽ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ കളക്ടർ ആക്കണമെന്ന്. ചിരിക്കാൻ പറഞ്ഞല്ല കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ പഠിച്ചത് കൊല്ലൂർ മണിയാട് സ്കൂളിലാണ്. 1ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. ദിവസത്തിനുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞതൊക്കെ എന്ത് പറ്റി അത് പറഞ്ഞു തരട്ടെ. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാണ് ഈ കലാഫീൽഡ് എൻ്റെ ഉള്ളിൽ കയറുന്നത്. പിന്നെ ഈ കല എങ്ങനെ സിനിമയിലെത്താം എന്നുള്ള ഒരു യാത്രയായിരുന്നു. ആണ് അച്ഛൻ മാറ്റി സ്കൂൾ മാറ്റി നോക്കി ഞാൻ പഠിക്കാൻ കൊണ്ട് കളക്ടറാകാൻ വേണ്ടി. കാരണം പഠിത്തം പിന്നെ മോശമായി. കാരണം പുനലൂർ ഗവൺമെന്റ് സ്കൂളിൽ 1 വർഷം ഞാൻ പഠിച്ചു 8ാം ക്ലാസ്സിൽ. അവിടെ ഞാൻ സിനിമാണനൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിനിമാണനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, നിന്റെയൊക്കെ കാലഘട്ടം വരുമ്പത്തേന് കൂട്ടാലിപ്പണിയൊന്നും കാണത്തില്ല, ഒരു PU-എങ്കിലും ആവാൻ വേണ്ടി പഠിക്കാൻ പോകും. പിന്നെ കളക്ടറൊക്കെ പോയി പുള്ളിയുടെ മനസ്സിലായി എന്റെ ഓർമ്മട്ട്. അപ്പോഴും എന്റെ മനസ്സിൽ കലാഫീൽഡ് തന്നെ ആയിരുന്നു. പിന്നെ ഇതിന് പുറകെ പോയി ലാസ്റ്റ് അവരൊക്കെ മടുത്തു, പറഞ്ഞു മടുത്തു. പിന്നെ രാത്രിയിലൊക്കെ പ്രോഗ്രാമിന് പോകുമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോകുന്നത് 250 രൂപ കിട്ടും ഒരു പ്രോഗ്രാം. കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ 250 രൂപയാണ് കിട്ടുന്നത്. 250 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആവത്തില്ല. 3 ദിവസത്തെ ഉറക്കമാണ് ഒരു 250 രൂപയ്ക്ക് വേണ്ടി ഞാൻ പോകുന്നത്. പക്ഷെ പൈസ പോലിച്ചല്ല ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു വേദി മോഹിച്ചു പോയി. വൈഫായാലും വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ആളും അതിനൊന്നും തടസ്സം പറഞ്ഞില്ല. അവര് തടസ്സം പറയാത്തതുകൊണ്ട് ഇന്ന് ലോക മലയാളികൾ അറിയപ്പെടുന്ന ഒരു കൊച്ചൊരു ആർട്ടിസ്റ്റായി മാറി. 250 രൂപ മേടിക്കുന്ന ആ ഒരു ഷോയില് വൻ ഒരു എമൗണ്ട് മേടിക്കാനുള്ള ഭാഗ്യം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സിനിമയായിരുന്നു അതിലും സിനിമയിൽ വരെ അഭിനയിക്കാൻ പറ്റി. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ അല്ലെ 7-8 രാജ്യത്ത് നിങ്ങൾ കഴിഞ്ഞ മാസം പോയി ആഫ്രിക്ക ഉൾപ്പെടെ പോകാൻ കഴിഞ്ഞു. അച്ഛൻ പറയുന്നത് സാധിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടൊക്കെയാണ്. അതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അല്ലേ, ഒരിക്കലും എങ്ങനെയൊക്കെ നന്ദി നമുക്ക് അറിയില്ല. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ വേണം. നിങ്ങളൊരു 5 മിനിറ്റ് നമ്മളൊന്ന് ഒരു അല്ലേ ചിലവ് ചിരിപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഈ ഒരു വേദി ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ കളക്ടറിനൊക്കെ ദൂരെ നിന്ന് കണ്ട് ഇതേ ഉള്ളൂ. അതുപോലെ നാളെ സാറിനെ കാണണം, അവിടെ കാണാൻ പറഞ്ഞപ്പോൾ നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കണം അല്ലേ, കടത്തി വിടുമെന്ന് തന്നെ സംശയമാണ്. പക്ഷെ അങ്ങനെ അവസരം ഒപ്പിച്ചു തന്ന സ്കൂൾ മാനേജ്മെന്റിന് സ്നേഹവും നന്ദിയും എല്ലാവർക്കും അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ 33ാമത് ആനുവൽ സെലിബ്രേഷന് നമുക്കിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്വാതിരുന്നാൾ സംഗീത കോളേജിലാണ് പഠിച്ചത്. അപ്പം അവിടെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച അധ്യാപകൻ മ്യൂസിക് വയലിൻ സെക്ഷൻ പഠിപ്പിക്കുന്ന സാറാണ് രാജേഷ് സാറ്. എൻ്റെ സീനിയറാണ് ചേട്ടൻ. അപ്പോൾ
ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഇവിടെ കാണാൻ കഴിഞ്ഞതുമൊക്കെ. ഞങ്ങൾ ആ കോളേജിൽ അതുപോലൊക്കെ ആയിരുന്നു. നമ്മൾ ഒരുപാട് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര നഷ്ടങ്ങൾ തോന്നി. ആ സാറിനെ വേദിയിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് സന്തോഷം. എന്തെങ്കിലും പറയാനുണ്ടോ? വർഷങ്ങൾക്ക് ശേഷം ഇവരെ കാണാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. നല്ലൊരു ഗായകനാണിത് സുജിത്ത്. ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിലായിരുന്നു. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇനിയും ഉയരങ്ങളിലെത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ അന്ന് സംസാരിക്കാറുണ്ടായിരുന്നു സുജിത്തിൻ്റെ കാര്യം. തീർച്ചയായും ഉയരങ്ങളിലെത്തുമെന്ന്. കോളേജിൽ ഒരുപാട് ഓർമ്മകളും ഹോസ്റ്റലിൽ ഒരുപാട് ഓർമ്മകളും ഉണ്ട്. അതെല്ലാം പറയാനുള്ള സമയമില്ല. അതൊക്കെ ഒരുപാട് സന്തോഷം. എല്ലാവരും നല്ലൊരു കൈയടി തന്നേക്കാണ്. ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. പേപ്പർ മിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരുവാനും ഈ ഒരു സ്കൂളിന്റെ 33ാമത് വാർഷികത്തിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കി തന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന കളക്ടർ ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും, അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ആദ്യം ഒരു കാര്യമായിട്ട് പറയാം. ഞങ്ങൾ 3 പേര് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് ഈ വേദി വരെ എത്തിയത്. പക്ഷെ ഇതിന്റെ പ്രധാന കാരണം നിങ്ങൾ ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ടും ഈശ്വരന്റെ അനുഗ്രഹവും മാത്രമാണ്. അപ്പൊ മുമ്പോട്ടുള്ള യാത്രയിൽ അതിന് നല്ലൊരു സപ്പോർട്ടാണ്. അങ്ങനെ ഒരു കയ്യേറി തന്നെ ഒരുപാട് സന്തോഷം. അതുപോലെ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് സാർ പ്രകാശ് സാറ് ഇവിടെ 1 മണിക്കൂർ ഈ സ്കൂളിനെ പറ്റി സംസാരിച്ച് അതിനൊരു 5 മിനിറ്റത്തെ ഒരു കാര്യം ഓർമ്മയിൽ വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും ആയേനെ. അത് മൊത്തം ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു. ഒന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ മ്യൂസിക് ഫീൽഡായിരുന്നു. ഇപ്പൊ സാർ പറഞ്ഞ സുജിത്തും ഞാനും ഞങ്ങൾ മ്യൂസിക് ഫീൽഡായിരുന്നു. പിന്നാണ് രാജേഷോട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതും ഇതുപോലൊരു വേദി ഞങ്ങൾക്ക് കിട്ടിയതും ഇതുപോലൊക്കെ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാൻ കഴിഞ്ഞതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. സുജിത്ത്, അടുത്ത പ്ലാൻ എന്താണ്? അത് നമ്മളോട്ട് പോയിരിക്കാം. പിന്നെ അപ്പോഴേ എന്താ നമ്മുടെ മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടാം കേട്ടോ. ചേട്ടേ ഒരു ഡിലേ കേട്ടോ. ഹലോ 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 പാടത്തുന്നാട്ടിലെ നാരായണത്തുന്നി പാറിയില്ലേ പൊന്നുന്ന പാടത്തുന്നാട്ടിലെ നാരായണത്തുന്നി പാറിയില്ലേ പള്ളിക്കൂടത്തിൽ അകമ്പടിയില്ലാതെ ഉന്നാരപ്പാട്ടുനി പാടിയില്ലേ മിന്നാവിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ട നീ തിടുക്കും നീ തളിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടികൾ ദാനം വന്നോട്ടെ മിന്നാമിനുങ്ങി മഴയത്തും വെയിലത്തും പോകണേ നാടിന്റെ രക്തം കളയണേ മഴയത്തും വെയിലത്തും പോകണേ നാടിന്റെ രക്തം കളയണേ
നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു മൂന്നുവട്ടം മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാ നീ തിടുക്കം നീ പരിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിടുകാനും വന്നോട്ടെ നീ പരിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിടുകാനും വന്നോട്ടെ. താങ്ക് യു. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴൊരു നായികനീ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴൊരു നായികനീ എന്നനുരാഗതപോലസീമയിൽ എന്നനുരാഗതപോലസീമയിൽ ഇന്നലെ വന്ന തപസിനി നീ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയോ നല്ലൊരു കഴിവല്ലേ? അടുത്ത ഇവര് ഭയങ്കര കുട്ടികളാണല്ലോ. അപ്പൊ ഞാൻ ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കറക്റ്റ് ഉത്തരം പറയാമെങ്കിൽ ഇവരെ പറഞ്ഞുവിടാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള അധ്യാപകരെയൊക്കെ വിളിക്കും. ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. എന്നോടോ ചോദിക്കും? രണ്ടുപേരോടും ചോദിക്കും കേട്ടോ. ആദ്യം ഞാൻ നമ്മുടെ ക്ലാസ് റൂമാണിത്. നമ്മുടെ എല്ലാ കുട്ടികളും വന്നോന്നും നോക്കണമല്ലോ ആദ്യം. നോക്കാം. ഞാൻ ആദ്യം ഹാജിർ വിളിക്കാം. ഞാൻ പേര് വിളിക്കുന്നത് കുട്ടികൾ വന്നിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഹാജിർ പോകണം. ആനിയുണ്ടോ? കലണ്ടർ വല്ല നോക്കാനാണ്. എടാ ഈ ക്ലാസ്സിൽ ആനി എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ടോ? ആനിയോ? എനിക്ക് ഒരു ആനിയുണ്ടോ? ആനി വന്നില്ല, ടൂറിന് പോയി. അരി എവിടെ? അരിയില്ല സാർ, അരി മേടിച്ചു. എടാ ഈ ക്ലാസ്സിലെ അരി എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ടോ? അരിക്കൊട്ടനോ? അവന് ടൂറിന് പോയി. യമുന എവിടെ? ഉത്തർപ്രദേശിൽ ഒഴുകുന്നു. ഈ ക്ലാസ്സിലെ യമുന എന്ന് പറയുന്ന കുട്ടിയോ? ഞാൻ നിന്റെ കല്ലിൽ തന്നെ മാറ്റി ഇരുത്തിയിട്ടാ കൊച്ചിനെ. പഠിക്കാത്തതൊന്നുമല്ല സത്യം. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കും. പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല, ഇതൊക്കെ വീട്ടിൽ പോകണം. എടാ ഈ ക്ലാസ്സിലെ പ്രതീക്ഷ കുട്ടി വന്നിട്ടുണ്ടോ? പ്രതീക്ഷയോ? അവൾ വന്നിട്ടില്ല. ഗോപി ഇന്നത്തെ കാര്യം വന്നോ? ഈ ക്ലാസ്സിലെ ഗോപി കുട്ടൻ വന്നിട്ടുണ്ടോ? അല്ലല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം. അവിടെ അതൊക്കെ പോട്ടെ, ക്ലാസ് അങ്ങോട്ട് തുടങ്ങാം. വേറൊരു കാര്യം, കുട്ടികൾ ടീച്ചറൊന്നും വന്നിട്ടില്ല. അവരവിടെ പോയി. ഞാനാണ് എടുക്കുന്നത്. അവരവിടെ പോയി. അവര് പോയിരിക്കുന്നത് ടൂറിന് പോയിരിക്കുക. പോയത് വണ്ടി അവിടെ കണ്ട് കേടായി കിടക്കും. അപ്പൊ ഇന്നലെ വൈകിട്ട് MH വിളിച്ചു, HM വിളിച്ചു പറഞ്ഞു ഇന്നൂടെ ക്ലാസ് എടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടോ. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്, കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട്? താഴെ വീണ് പൊട്ടാതിരിക്കാൻ. കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് താഴെ വീണ് പൊട്ടാതിരിക്കണം. എന്തിനാണ് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത്? മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങള് പുറത്ത് വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിലും കുഞ്ഞ് ജീവിക്കട്ടെ എന്ന് ആ അമ്മയുടെ മാതൃസ്നേഹമുണ്ട്. ഏത് കൊതുകിന്റെ അമ്മയ്ക്കാണ് അച്ഛൻ മാതൃസ്നേഹമുള്ളത്? ഏതമ്മയ്ക്ക് മാതൃസ്നേഹമില്ലാത്തത്? എല്ലാ അമ്മയ്ക്കും ഉണ്ട്. കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ടാൽ പല പല അസുഖങ്ങൾ പകരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊതുകിനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ മുട്ട എടുത്ത് അങ്ങ് വിലക്കണം. എവിടെ കൊതുകിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളം എടുത്ത് മറിച്ച് കളയണം. മനസ്സിലായോ? അങ്ങനെ കായലും ആറും ഒക്കെ ആരും മറിച്ച് കളയും. കായലും ആറുമല്ല, നമ്മുടെ വീടിന്റെ മുറ്റത്തെ ചിരട്ടയിലും പാത്രങ്ങളും കെട്ടിക്കിടക്കുന്ന വെള്ളമില്ലേ വീട്ടിൽ വീട്ടിലിരിക്കുന്ന വെള്ളത്തിന് അവസരം. അടുത്തത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ
ഉപജ്ഞാതാവ് എം എൻ നമ്പ്യാര് ഏതാണ് പറ കുഞ്ചൻ ബാക്കി പറ സിനിമ നടൻ കുഞ്ചൻ കുഞ്ചൻ നമ്പ്യാരെന്നുള്ള സാധനം കൂടെ പറയരുത് കേട്ടോ. അതൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യും. ഇംഗ്ലീഷിൽ കുറെ ചോദിക്കും. ഇംഗ്ലീഷ് ഇത് പൊളിക്കും, ഇംഗ്ലീഷ് പൊളിക്കും. ഈ സ്കൂൾ തന്നെയാണ് ഇത്. ഇംഗ്ലീഷ് മീഡിയം. A for apple, B for pineapple, B for pineapple, pineapple ആണ്. B for എന്തുവാണ്? B for ബിന്ദു, ബിസ്ക്കറ്റ്. ഞാൻ തിന്നടാ. കാറ്റ്. ഒടിച്ചു കളഞ്ഞു. പൊട്ടെ. പുസ്തകത്തിനോട് നടുവിൽ കൊച്ചു പിള്ളേർ ജോലി കേട്ടോ. അറിയാതെ പഠിച്ചിട്ടുണ്ട്. കത്തി. ഇതിനോട് അടുത്ത ചോദ്യം. എലിഫന്റ് എന്താ? എലി പണ്ട് എന്തായിരുന്നു? എലി പണ്ടും എലി എലി ഇപ്പോഴും എലി. സാറേ എലി എലി പണ്ടും എലി എലി ഇപ്പോഴും എലി. മരമൊണ്ണേ എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാമോ? ആന. ആനയോ? മനസ്സിലായോ? ഈ എലി പണ്ട് ആനയായിരുന്നു, ഇപ്പോഴാണ് എലിയായിട്ട്. ഒരു ചൂട് അടുത്ത ചോദ്യം. മർക്കട നിങ്ങളുടെ മാർഗെ കിടക്കുന്നു. നോക്കട നിങ്ങളെ മാർഗെ കിടക്കുന്നു. മർക്കട നീ അങ്ങ് മാറി കിടച്ചിട. ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഇത് സാറ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞു. ഇത് ആരോട് എപ്പോൾ പറഞ്ഞെന്ന് ഞാൻ ചോദ്യം ചോദിച്ചതാണ്. ഇന്നലെ പണിയും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അച്ഛൻ വന്നിട്ട് അമ്മയെ മാറ്റി നിർത്തി എന്തോ പറയുന്നെടുക്കി അമ്മയോട് മാറ്റി പറഞ്ഞതും കുടുംബത്ത് പറഞ്ഞ കാര്യമല്ല ക്ലാസ് റൂമിൽ എന്ന് പറയേണ്ടത്. മര്യാദയ്ക്ക് നാളെ പുസ്തകത്തിൽ നോക്കി പഠിച്ചോണ്ട് വന്നേക്കണം. നാലിന്റെ പട്ടിക നാലിന്റെ പട്ടികയിൽ നാലിന്റെ പട്ടിക ഉണ്ട്. 14 4 24 24 4 കിടന്നാലും 4 നിന്നാലും 4 4 കിടന്നാൽ 4 24 8 8. സാർ ഇവൻ എന്തിനു വരും? ഒരു പട്ടിക പോലും അറിയിച്ചില്ല. 8ന്റെ പട്ടിക. 8ന്റെ പട്ടികയോ? 4ന്റെ പട്ടിക ഒരു 2 പ്രാവശ്യം ചൊല്ലിയാൽ മതി. തുടയാൻ പൊട്ടി. അപ്പൊ 8 ആയില്ലേ? 8ന്റെ പട്ടിക കൊണ്ടുവരണോ? 8ന്റെയോ? ഒരെട്ടെ ഇരിക്കട്ടെ, ഒരു 16 നോക്കട്ടെ നോക്കട്ടെ തെറ്റാതെ ഈ സെന്റർ ക്ലിയർ അല്ലായിരുന്നു. നാളെ ശരിയാക്കും. എനിക്ക് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ വയ്യ. ഒരു കാര്യം ചെയ്യും, ആ അടുത്ത സാറ് വരുമ്പോ പഠിപ്പിച്ചാൽ മതി കേട്ടോ. മര്യാദയ്ക്ക് അടുത്ത ക്ലാസ്സിൽ മര്യാദയ്ക്ക് എല്ലാം പഠിച്ചോണ്ട് വന്നേക്കാം. മൊത്തം ഓക്കെ ആണോ? താങ്ക് യു സാർ. നാളെ അതിന്റെ വിഷയങ്ങൾ പറഞ്ഞു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് രാത്രി 8 മണിക്ക് നമുക്ക് ചാനലിന്റെ ഷൂട്ടാണ് എറണാകുളത്ത് ചെല്ലേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നേരിട്ടങ്ങ് പോവുകയാണ്. അപ്പൊ വീണ്ടും ഈ സ്കൂളിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ നമ്മളെ ക്ഷണിക്കുക. സമയമുള്ളപ്പോൾ നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.